പുനലൂർ സുന്ദരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നിടം, ചരിത്രങ്ങൾ ധാരാളമുള്ള നാട്. വികസനത്തിന്റെ പുതിയ പടവുകൾ പുനലൂർ ഓരോന്നായി കയറാൻ പോവുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടുകൂടി പുനലൂരിൽ നിരവധി പദ്ധതികൾ ഈ കാലയളവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. പുനലൂരിന്റെ മുഖച്ഛായ മാറ്റുന്ന 4 പ്രധാനപ്പെട്ട പദ്ധതികൾക്കാണ് തുടക്കമായിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ എപ്പോഴും ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ളൊരു വിഷയമാണ് ഈ അറവുശാല ആധുനികമായി നിർമ്മിക്കണമെന്നുള്ള പ്രശ്നം. പിന്നെ പലപ്പോഴും അത് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ഹൈജീനിക്കായി നമുക്ക് ഇറച്ചി ആളുകൾക്ക് എത്തിക്കാൻ കഴിയണം. അപ്പോൾ അതിന് ആധുനിക സംവിധാനത്തോടു കൂടി സ്ലാട്ടർ ഹൗസ് ഉണ്ടാകണം. കിഫിയിൽ നിന്ന് 13,40,00,000 രൂപയാണ് അതിനുവേണ്ടി നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. 13.5 കോടി. അപ്പോൾ അത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം എല്ലാം ടെൻഡറെല്ലാം കഴിഞ്ഞ് ആൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും നമ്മൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. നമുക്ക് വലിയ 4 പദ്ധതികളാണ് പുനലൂർ നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മാണ ഉദ്ഘാടനം തീരുമാനിച്ചിട്ടുള്ളത്. നിർമ്മാണ ഉദ്ഘാടനമാണെങ്കിൽ പോലും അതിൻ്റെ നിർമ്മാണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പുനലൂർ നഗരസഭയെ സംബന്ധിച്ച് പറഞ്ഞാൽ, നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ശ്രീരാമവർമ്മപുരം മാർക്കറ്റ്, മറ്റൊന്നെന്ന് പറയുന്നത് സ്ലോട്ടർ ഹൗസാണ്. അപ്പം ആധുനിക രീതിയിലുള്ള സ്ലോട്ടർ ഹൗസാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ കോംപ്ലക്സ് ആണ്. ഇവിടെ നമ്മുടെ പൊതുവായി ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പല ഓഫീസുകളും നമ്മുടെ നഗരത്തിൻ്റെ പല ഭാഗത്തായിട്ടാണ്. അപ്പം അതെല്ലാം ഒരു കുടക്കീഴിൽ വരിക എന്നുള്ളതൊരു വിദ്യാഭ്യാസ സമുച്ചയത്തെ സംബന്ധിച്ച് വലിയ ആവശ്യമാണ്. 4ാമത് നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പദ്ധതി എക്സൈസ് കോംപ്ലക്സ് ആണ്. അത് നമുക്ക് 3.5 കോടി രൂപയാണ് എക്സൈസ് കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട് ചിലവഴിക്കുന്നത്. പുതിയതായിട്ട് നവീകരണം ഗവൺമെൻറ് കൊണ്ടുവരികയാണ്. എന്നാലും പൊളിച്ചു മാറ്റുന്ന കടയിലേക്കുന്ന വ്യാപാരികൾക്ക് പുനരധിവാസം ഉറപ്പാക്കിക്കൊണ്ട് നടത്തുന്ന ഈ നവീകരണം വ്യാപാരികൾക്ക് മാർക്കറ്റ് ഹൈടെക്കായി മാറുന്നത് നല്ലതായിരിക്കും. 5 കോടി രൂപയുടെ എഡ്യൂക്കേഷൻ കോംപ്ലക്സ് പുനലൂരിൽ വരുമ്പോൾ നിലവിൽ പുനലൂരിൽ 2 ഭാഗത്തായി പ്രവർത്തിക്കുന്ന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസും ഒരേ കെട്ടിടത്തിൽ തന്നെ വരുന്നതാണ്. അവിടെ ആധുനിക സൗകര്യങ്ങളോടുകൂടി പാർക്കിങ്ങിന് പ്രത്യേക ഏരിയയും, ഒരു നിലയിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, 2ാം നില ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, അതോടൊപ്പം 3ാം നിലയിൽ മുകളിലത്തെ നിലയിൽ ഒരു കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെയാണ് പുതിയ കെട്ടിടം വിഭാവനം ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ എക്സൈസ് കോംപ്ലക്സിന് തുക അനുവദിക്കുകയും ബഹുമാനപ്പെട്ട സ്ഥലം MLAയുടെയും ജനപ്രതിനിധികളുടെയും മറ്റും ശ്രമഫലമായി എക്സൈസ് കോംപ്ലക്സ് നിർമ്മാണം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ജനുവരി 29-ാം തീയതിയാണ് എക്സൈസ് കോംപ്ലക്സ് നിർമ്മാണം ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ എല്ലാം പ്രയാസവും ബുദ്ധിമുട്ടും പരിഗണിച്ചുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള ഒരു സമുച്ചയമാണ് ഇവിടെ നിർമ്മാണം ആരംഭിക്കുന്നത്. 3 നിലകളിലായി ഏകദേശം 1100 പരം സ്ക്വയർ ഫീറ്റിലായിട്ടാണ് എക്സൈസ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. എക്സൈസ് സർക്കിൾ ഓഫീസ്, എക്സൈസ് റേഞ്ച് ഓഫീസ്, വിമുക്തി ട്രെയിനിങ് സെൻറ്റർ, ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സ് എന്നിങ്ങനെയുള്ള വിവിധ സൗകര്യങ്ങൾ കൂടിയ ഒരു കോംപ്ലക്സാണ് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പുരാതനവും ചരിത്രപ്രസിദ്ധവുമായ പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റ്, അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ അറവുശാല, വിശാലമായ വിദ്യാഭ്യാസ കോംപ്ലക്സ്, എക്സൈസ് കോംപ്ലക്സ് തുടങ്ങിയവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിക്കുന്നത്. പ്രിയ ജനങ്ങളെ, നിങ്ങൾ കേൾക്കണം. തറക്കല്ലിടുന്നത് മാത്രമല്ല നമ്മുടെ സർക്കാർ ചെയ്യുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതിനു ശേഷമാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്താകെ വിവിധ വികസന പദ്ധതികളാണ് നടക്കുന്നത്. സമസ്ത മേഖലകളിലും വികസനം നാട് അനുഭവിച്ചറിയുകയാണ്.